കളറിൽ കണ്ടിട്ട് ഞാൻ നോക്കിയിട്ടുണ്ട്. ഭയങ്കര സ്മൂത്ത് ടെക്സ്ചറാണ്. ഇതാണ് ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആണ് കേട്ടോ കുപ്പി. കോമൺ ആയിട്ട് എല്ലാ കളേഴ്സിനും ഒരേപോലെ മാച്ച് ആയിട്ട് പോണതാണ്. ഏതാണെന്നൊരു ഓർമ്മയില്ല. ഓക്കെ, ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഒരുപാട് കാര്യങ്ങളായി കത്തിരുന്ന് ഞാൻ മേടിച്ചത്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നൈക്ക ഹോൾ. ഇന്ന് നൈക്ക പ്രൊഡക്ട്സ് ആണ് ഞാൻ കാണിച്ചു തരുന്നത്. കുറേ നാളായിട്ട് എൻ്റെ ഒരുപാട് കോസ്മെറ്റിക് പ്രൊഡക്ട്സ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഓരോന്നും ആയിട്ട് ഞാനിങ്ങനെ കാർട്ടിൽ കൊണ്ടുപോയിടും. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നതും അല്ലാത്തതും പുതിയതായിട്ടുള്ള പ്രൊഡക്ട്സ് ഞാൻ മേടിച്ചിട്ടുണ്ട്. അങ്ങനെ കാർട്ടിലിട്ട് ഇപ്പോൾ അത്യാവശ്യം ഒരു 10-11 പ്രൊഡക്റ്റ് എന്തോ കാണണം. ഐ തിങ്ക് അത്രയും ഉണ്ടാവും. അപ്പോൾ എല്ലാം കൂടി ഞാൻ ഒരുമിച്ച് അങ്ങോട്ട് അൺബോക്സ് ചെയ്യാൻ പോവാണ്. അത് ഇതുവരെ പാക്കറ്റ് പൊട്ടിച്ചിട്ടില്ല. നമുക്ക് തുറന്നു നോക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. സത്യം പറഞ്ഞാൽ കുറച്ച് ദിവസമായി ഇത് വന്നിട്ട് ഞാനിതുവരെ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ഇതിലുള്ളപ്പോൾ എനിക്ക് ഇങ്ങനെ സമാധാനത്തോടു കൂടി വീഡിയോ എടുക്കാൻ ഓപ്പൺ ചെയ്യാൻ പറ്റാത്തത് കാരണം ആൾ സ്കൂളിൽ പോയേക്കാണ്. അപ്പോൾ അതിന് മുമ്പ് എനിക്കിത് അൺബോക്സ് ചെയ്ത് തീർക്കണം. നമുക്കത് അൺബോക്സ് ചെയ്യാം. എൻ്റെ ലിപ്സ്റ്റിക്ക് തീർന്നിട്ട് കുറച്ച് നാളായി. ലിപ്സ്റ്റിക്കുകൾ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ കുറേ ക്രീമുകൾ, ഐലൈനർ, അങ്ങനെ കുറേ സാധനങ്ങൾ ഞാൻ തീർന്ന് അങ്ങനെ ഓരോന്നായിട്ട് കാണുമ്പോൾ പലരുടെ റിവ്യൂസ് കേട്ടിട്ട് അങ്ങനെയൊക്കെ ആണ് ഞാൻ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ഈ കാർട്ടിൽ കൊണ്ടുവരുന്ന പരിപാടി. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഒരുപാട് സാധനങ്ങൾ കാർട്ടിൽ. പിന്നെ ഒന്നായിക്കോട്ടെ ഒരുമിച്ച് അങ്ങോട്ട് മേടിച്ച് കളയാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ പരിപാടി ചെയ്തത്. ഇത്രയൊന്നും ഒരുമിച്ച് ഞാൻ മേടിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇപ്പം ഞാൻ തുറക്കാം. ഇതിപ്പോൾ ഞാൻ തുറക്കും. നോക്കട്ടെ കേട്ടോ. ഞാൻ എല്ലാ പ്രൊഡക്ട്സ് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും അതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊന്നും പറയാറായിട്ടില്ല. ഞാൻ ഏതൊക്കെയാണ് ഞാൻ വാങ്ങിച്ചേക്കണെന്നുള്ളത് കാണിച്ചു തരാം. ഒന്ന് നമ്മൾ എത്തിയിട്ടുണ്ട്. 2 ഓക്കെ. ഒരു ലിപ്സ്റ്റിക് ഒരുപാടുണ്ട്. പോരട്ടെ, അടുത്തത് പോരട്ടെ. ഓക്കെ, ഇതൊക്കെയാണ് എൻ്റെ സാധനങ്ങൾ. കാണിച്ചു തരാം കേട്ടോ ഓരോന്ന്. യെസ്, ഇതാണ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത്. ഭയങ്കര റിവ്യൂ കേട്ടിട്ട് അത് മാത്രമല്ല എൻ്റെ ദീദിയും ആദിത്യം എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. ഭയങ്കര റിസൾട്ട് പറഞ്ഞു. അപ്പോൾ ഇതൊന്ന് നോക്കിക്കളയാം എന്ന് വിചാരിച്ച് ഞാൻ എപ്പോഴോ കൊണ്ടുപോയി കാട്ടിലിട്ടതാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഈ സാധനത്തിന് ഭയങ്കര റിവ്യൂ ആണ്. സ്നെയിൽ നമ്മളുടെ ഒച്ചിൻ്റെ ഒക്കെ സിറം അവരെ ഇങ്ങനെ സ്പായൊക്കെ ചെയ്ത് ഞാൻ റിവ്യൂസ് കുറേ കേട്ടപ്പോഴാണ് ഞാൻ സ്പായൊക്കെ ചെയ്ത് അതിൻ്റെ ഇങ്ങനെ എസെൻസ് ഇങ്ങനെ എടുത്ത് ഉള്ള സാധനമാണ്. കൂടുതൽ നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചാൽ നമുക്ക് ഫേസിൽ പറ്റണൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ ആലോചിക്കേണ്ട. ഇത് നമ്മൾ ഫേസിൽ ഭയങ്കര ഗ്ലോ തരുന്നൊരു പ്രൊഡക്റ്റാണ്. അടിപൊളി കിടിലൻ സാധനം. ഞാൻ വേഗം എല്ലാം കാണിച്ചു പോകാം. ഇതൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ട് ഞാൻ ശരിക്കും നിങ്ങൾക്ക് എൻ്റെ റിവ്യൂസ് ഞാൻ പറഞ്ഞു തരാം. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, ഞാൻ ഇതാക്കിയിട്ടുള്ളൂ. ഇത് ജസ്റ്റ് ഒരു 1 വീക്കെങ്കിലും ഞാനത് യൂസ് ചെയ്തിട്ടുള്ള ഡിഫറൻസ് പറഞ്ഞു തരാം. അത്രയധികം ഭയങ്കര റിവ്യൂ ഇതിനുള്ളത് കൊണ്ടുമാണ്. ഇതിന് ഏകദേശം ഒരു 1400 എന്തോ ഉണ്ട് ഈ ഒരു പ്രൊഡക്റ്റിന്. പല സമയത്തും പല റേറ്റാണ്. ഞാൻ മേടിച്ചത് 1400-നാണ്. ചില സമയത്ത് ഞാൻ നോക്കുമ്പോൾ 1200-ന് കാണും, 1200-ന് കാണും. അങ്ങനെ ആ ഒരു 100-200 റേഞ്ചിൽ കൂടെയും കുറഞ്ഞൊക്കെ ഇരിക്കും. അപ്പോൾ നിങ്ങളുടെ ബെസ്റ്റ് ടൈമിൽ ബെസ്റ്റ് പ്രൈസിൽ പോയി മേടിക്കാം. ഇപ്പം ഞാൻ മേടിച്ചേക്കുന്നത് 1400 സംതിങ്ങിലാണ്. അടുത്തത് യെസ്, ഇത് മെബ്ലിൻ്റെ എക്സ്ട്രാ മാറ്റ് ലിപ്സ്റ്റിക്കാണ്. ഗ്ലോസി മാറ്റ് ലിപ്സ്റ്റിക്കാണ്. അടിപൊളി ലിപ്സ്റ്റിക്കാണ്. ഇത് എൻ്റെ ഒരാളുടെ ഉണ്ടായിരുന്നു. ഞാൻ ആളുടെ ഇത് എടുത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല കളറുമാണ്. അത്യാവശ്യം അവേഴ്സ് ഇത് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതൊന്ന് ഞാൻ ഇട്ട് കാണിച്ചു തരാം.
ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക് കുറേ നാളായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന ലിപ്സ്റ്റിക്കായിരുന്നു. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 849 ആണ്. ഇതിൻ്റെ പ്രൈസ് 849 ആണ് പ്രൈസ്. എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. ഇതാണ് മെബലൈൻ്റെ എക്സ്ട്രാ എന്ന് പറയുന്ന ഷെയ്ഡാണ്. കോമൺ ആയിട്ട് എല്ലാ സ്കിൻ ടോൺകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ പ്രൊഡക്റ്റ്. അങ്ങനെ ഞാനതിങ്ങനെ കാത്തിരുന്ന് കിട്ടിയതാണ്. പിന്നെ ഓൾറെഡി ഞാനൊരാളുടെ കയ്യിൽ ഉള്ളത് കാരണം ആളുടെ അടുത്ത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി നല്ലൊരു ഇതാണ്. ഞാൻ വിട്ട് കാണിച്ചു തരാം. കളർ നല്ല ഷെയ്ഡല്ലേ, നൈസ്, നല്ല ക്യൂട്ടാണ്. അത് നമുക്ക് അതിനനുസരിച്ചിട്ട് തിക്നെസ് കൂടുന്തോറും നല്ല ഡാർക്കാവും. ലൈറ്റ് കളർ വേണമെങ്കിൽ ജസ്റ്റ് ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്തിട്ട് എല്ലായിടത്തും സ്പ്രെഡ് ആക്കിയാൽ മതി. ഭയങ്കര ലാസ്റ്റിംഗ് ആണ്. ആണെന്ന് വെച്ചാൽ ഞാനിത് ഇട്ടിട്ട് വാട്ടർഫോൾ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. നിങ്ങളെ വീഡിയോ കണ്ടോ ശ്രദ്ധിച്ച് നോക്കൂ. അതിൽ കിടന്ന് മറിഞ്ഞിട്ട് വരെ ഈ ലിപ്സ്റ്റിക്ക് പോയിട്ടില്ല. അത്രയും ലാസ്റ്റിംഗ് ഉള്ളൊരു കിഡ്ലൈൻ ലിപ്സ്റ്റിക്കാണ്. ഇതെല്ലാവരും ബ്രൈറ്റായിട്ട് നമുക്കൊന്നും തോന്നില്ല. നല്ല അടിപൊളി ലിപ്സ്റ്റിക്കാണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് രണ്ട് പ്രൊഡക്റ്റായി. ഞാനൊരു ഐലൈനർ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഐലൈനർ അടിപൊളി ഐലൈനറാണ്. ഈ എൻ്റെ രണ്ടാമത്തതാണ്. ഫസ്റ്റത് ഞാൻ ഓൾറെഡി എൻ്റെ കഴിഞ്ഞു. ഇത് ഇങ്ങനെ സെർച്ചിങ്ങിൻ്റെ സമയത്താണ് എൻ്റെ ഐലൈനർ കഴിയാറായത്. അപ്പോൾ ഞാൻ എന്നാൽ പിന്നെ ഇരിക്കട്ടെ ഒരു ഐലൈനറും കൂടിയിട്ട് എന്ന് വിചാരിച്ച് മേടിച്ചതാണ്. നല്ല എൻ്റെ ബ്രഷ് ഭയങ്കര ഷാർപ്പ് എഡ്ജാണ്. അപ്പോൾ അതുകൊണ്ട് ലൈൻസ് ഇല്ലേ, അതുകൊണ്ട് നമുക്കിങ്ങനെ ലൈൻസൊക്കെ വരയ്ക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഒരു ബോട്ടിൽ ഞാൻ കംപ്ലീറ്റ് യൂസ് ചെയ്തു. സെക്കൻഡ് ബോട്ടിലാണ്. എനിക്കിത് ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെയാണ് ഞാൻ വേറെ എനിക്കൊന്നും നോക്കാതെ ഇത് തന്നെ വീണ്ടും വാങ്ങിച്ചത്. സോ തേർഡ് പ്രൊഡക്റ്റ്. ഓക്കെ, നമുക്ക് കഴിഞ്ഞിട്ട് ഇതും ഇതേപോലെ ഞാൻ കുറേ റിവ്യൂ കേട്ടിട്ട് മേടിച്ചതാണ്. എൻ്റെ എല്ലാ സിറവും ഒക്കെ കഴിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ വെൽവെയുടെ മിൽക്ക് ഡ്രോപ്സും നല്ലൊരു റിവ്യൂ പറയുന്നൊരു ബ്രൈറ്റനിങ് സിറമാണത്. അപ്പോൾ ഇത് ഞാൻ ഭയങ്കര റിവ്യൂ കേട്ടിട്ട് മേടിച്ചതാണ്. വെൽവെയുടെ മിൽക്ക് ഡ്രോപ്പ് ബ്രൈറ്റനിങ് സിറമാണ്. ഓക്കെ, അപ്പോൾ ഇത് ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിയതാണ്. പക്ഷേ ഇത് ഞാൻ യൂസ് ചെയ്ത് നോക്കിയില്ല കേട്ടോ. ഫസ്റ്റ് ടൈമാണ്. ഭയങ്കര റിവ്യൂസ് ഞാൻ കേട്ട് സാധാരണ മേടിക്കുമ്പോൾ വലിയ പ്രശ്നമൊന്നും വരാറില്ല. അങ്ങനെ എനിക്ക് അലർജി സ്കിൻ അല്ലാത്തത് കൊണ്ട് ഞാൻ വളരെ ധൈര്യപ്പെട്ടിട്ടാണ് എല്ലാം ഞാൻ ഉപയോഗിച്ച് നോക്കാറുള്ളത്. അപ്പോൾ ഞാൻ വേഗം കാണിച്ചു തരാം. ആണോ, ഇതിനും ഭയങ്കര റിവ്യൂസ് വരുന്നുണ്ട്. ഇതിന് മാത്രമല്ല ഈ ബ്രാൻഡിൻ്റെ എല്ലാ പ്രൊഡക്ട്സിനും അടിപൊളി റിവ്യൂസാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മേടിച്ചത്. ഫസ്റ്റ് ടൈമാണ് ഞാൻ വെൽവെയുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫോർത്ത് വൺ. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ഇരിക്കട്ടെ. ഏതാണെങ്കിലും ഓർമ്മയില്ല. ഓക്കെ, ഇത് നൈക്കയുടെ പ്രൈമറാണ്. ഇത് ഞാൻ രണ്ടാമത് മേടിക്കുന്നത്, അതായത് സെക്കൻഡ് ബോട്ടിലാണ് ഞാൻ അത് മേടിക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പോഴ്സൊക്കെ പോവും. അതുപോലെ തന്നെ നല്ല സിൽക്കി ഗ്ലോ ആയിരിക്കും നമ്മുടെ ഫേസ്. അതിന് ശേഷം നമുക്ക് അപ്ലൈ ചെയ്യുന്ന ഫൗണ്ടേഷനൊക്കെ അപ്ലൈ ചെയ്യുന്ന നല്ല സ്മൂത്തായിട്ട് ഫുള്ള് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. നല്ല കവറേജ് കിട്ടും. ബാക്കി ഇതിന് ശേഷം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ ഇതെൻ്റെ മുത്തുമണിയാണ്. ഇതെൻ്റെ ഫേവറേറ്റാണ്. ഞാൻ എപ്പോഴും ഇതിടാൻ ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. സോ ഇതെല്ലാവരും മേടിച്ച് നോക്കാം. നൈക്കയുടെ പ്രൈമർ അടിപൊളിയാണ്, സൂപ്പർ. ഇനി ഇതിപ്പോൾ ആരോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. എല്ലാവരും കുറേ പേരൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ന്യൂട്രിഡേമിൻ്റെ മോയ്സ്ചറൈസിങ് ലോഷനാണ് ഞാൻ മേടിച്ചേക്കുന്നത്. അടിപൊളി, ഭയങ്കര വൈറ്റമിൻ ഇ ഒക്കെ ഉണ്ട്. ഇതും ഒരുപാട് റിവ്യൂ കൂടുതലും സെലിബ്രിറ്റീസിൻ്റെയിലാണ് ഞാനിത് കൂടുതലും കണ്ടേക്കുന്നത്. അതുമാത്രമല്ല ഇപ്പോൾ കോമണായിട്ട് കുറേ പേര് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അന്ന് മുതലേ ഞാനിത് മേടിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇതിനും ഓൾമോസ്റ്റ് ഒരു 1000, ഇത് കറക്റ്റ് 1000 ഉണ്ട്. ഇതിനൊന്നും റേറ്റ് ഞാൻ പറഞ്ഞില്ല അല്ലേ. ഓക്കെ, ഇതിൻ്റെ റേറ്റ് വരുന്നത് 599 ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് കണ്ടോ, 599 ആണ് ഈ പ്രൈമറിൻ്റെ റേറ്റ് വരുന്നത്. ഇതും ഒരു 1000 വരുന്നുണ്ട്. അതെ, 1000 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇത് ഭയങ്കര അടിപൊളി റിവ്യൂ പറഞ്ഞതാണ്. അതുകൊണ്ട് ഞാൻ ഇതും മേടിച്ചേക്കാണ്. ഇതൊക്കെ കൂടി എൻ്റെ മുഖത്തിട്ട് കഴിഞ്ഞാൽ എങ്ങനെയാകും എന്നുള്ളത് എനിക്കൊരു ഐഡിയ ഇല്ല. കണ്ടപ്പോൾ പിന്നെ ഒരുപാട് നാളായിട്ട് ഞാനത് മേടിക്കണം. ഇതേപോലെ ഞാൻ അങ്ങനെ കാട്ടിക്കൊണ്ടേയിടും. പിന്നെ ഞാൻ അത് മാറ്റും, വേറെ വല്ലതും മേടിക്കും, വീണ്ടും കാട്ടിക്കൊണ്ടേയിടും. അങ്ങനത്തെ ഒരു പരിപാടിയായിരുന്നു ഞാനും ഇതും തമ്മിൽ.
ഇപ്രാവശ്യം ഞാൻ എന്തൊക്കെയാണോ ഞാൻ മേടിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അതെല്ലാം മേടിക്കണം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇതൊക്കെ ഞാൻ മേടിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ്. അപ്പോൾ ഇത് ഉള്ളിൽ ഓപ്പൺ ചെയ്തിട്ടില്ല, മൂടി വെച്ചേക്കാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ സെപ്പറേറ്റ് റിവ്യൂ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് ന്യൂട്രിയമിൻ്റെ മോയ്സ്ചറൈസിങ് ലോഷൻ. എൻ്റെ ഭയങ്കര കോമ്പിനേഷൻ സ്കിന്നാണ്. അതായത് ചില സമയത്ത് ഭയങ്കര ഓയിലായിരിക്കും, ചില സമയത്ത് ഭയങ്കര എക്സ്ട്രീം ഡ്രൈനെസ് ആയിരിക്കും. ഡ്രൈനെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് അപ്ലൈ ചെയ്ത് പുറത്ത് പോയാലും പക്ഷേ നമ്മൾ കുറച്ച് സമയം കഴിയുമ്പോഴത്തേനും എൻ്റെ ഇവിടെയൊക്കെ ഭയങ്കര ഈ സൈഡിലൊക്കെ ഭയങ്കര ഡ്രൈ ആവും. ബാക്കി ഞാൻ ആലോചിക്കാറുള്ള ഒരു സംഭവമാണ് ഇത്. ഓക്കെ, അടുത്തത് ഷുഗറിൻ്റെ ഒരു ബ്രഷാണ്, ഒരു ഐലൈനർ ബ്രഷാണ്, വാട്ടർ പ്രൂഫ് ഐലൈനർ. കണ്ടോ, ഇത് ആക്ച്വലി ഇത് എനിക്ക് വേണ്ടിയിട്ടല്ല, ഇതെൻ്റെ മോൾക്ക്, എൻ്റെ ദിലുവിന് വേണ്ടിയിട്ടാണ്. ആൾക്ക് ഐലൈനറൊക്കെ എഴുതുമ്പോൾ കുറച്ച് കണ്ണടച്ചൊക്കെ ഇരിക്കാൻ കുറച്ചൊരു ക്ഷമ ഉള്ള കുട്ടിയാണ്. അപ്പോൾ വേഗം കുട്ടികൾക്ക് പെട്ടെന്ന് നമുക്കിങ്ങനെ ഐലൈനറൊക്കെ ആണെങ്കിൽ വേഗം ബ്രഷ് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് ആൾക്ക് വേണ്ടി മേടിച്ച് വെച്ചതാണ്. ഇതെങ്ങനെയാണ് റിവ്യൂ കാര്യങ്ങളൊന്നും നോക്കിയിട്ടല്ല, ഇത് ഞാൻ ചുമ്മാ മേടിച്ചതാണ്. ഇതിൻ്റെ ഒരു 329 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. MRP കാണിക്കാനാണെങ്കിൽ അത്രയാണ് ഇതിൻ്റെ റേറ്റ്. ഇത് ഞാൻ ആൾ വന്നിട്ട് ആൾക്ക് ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ തുറണം. അടുത്തത് ഏതൊക്കെയാണെന്ന് മറന്നുപോയി. ഓക്കെ, ലാക്മിയുടെ എൻ്റെ ഫൗണ്ടേഷൻസും എല്ലാ സാധനങ്ങളും തീർന്നിരിക്കുകയായിരുന്നു. ഒന്നും എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. ഞാൻ ഏതോ BB ക്രീം, ഏതോ പോൺസിൻ്റെ തന്നെ BB ക്രീമാണ് ഞാൻ യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഇതും ഞാൻ ഒരുപാട് നാളുകളായിട്ട് മേടിക്കണം എന്ന് ഉദ്ദേശിച്ചൊരു പ്രൊഡക്റ്റാണ്. നല്ല കുട്ടി ബോളാണ്, ഇത്രയോ വലിയ പാക്കറ്റിൽ നിന്ന് കിട്ടിയതാണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 899 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഞാനത് കണ്ടു, ഞാൻ നോക്കിയിട്ടുണ്ട്. ഭയങ്കര സ്മൂത്ത് ടെക്സ്ചറാണ്. അതൊന്നും ഓപ്പൺ ചെയ്തിട്ടില്ല, നോക്കട്ടെ. കണ്ടോ, ഈ ഒരു ക്രീം കണ്ട, ഇങ്ങനത്തെ ഒരു ക്രീമി ടെക്സ്ചറാണ്. അപ്ലൈ ചെയ്യാൻ നോക്കണം, ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഭയങ്കരമായിട്ട് മുഖത്ത് ചെയ്താലും നല്ല അടിപൊളിയായിട്ട് ഭയങ്കര പൗഡർഡ് എഫക്റ്റാണ്. ഭയങ്കര തീരെ ഓയിലായിട്ടും അപ്ലൈ ചെയ്തോന്ന് തോന്നില്ല, എന്നാലും നന്നായിട്ട് കവറേജും കിട്ടും. അങ്ങനെ ഒരു സാധനം. ഇതും ഞാൻ റിവ്യൂസ് കണ്ടിട്ടല്ല, ഇത് ഓൾറെഡി ഞാൻ ഒരാളുടെ ഇത് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ തന്നെ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കണ്ടോ, തീരെ അത് മനസ്സിലാവുന്നേ ഇല്ല. അങ്ങനത്തെ ഒരു നല്ലൊരു പ്രൊഡക്റ്റാണ്. ഈ ഒരു ഒറ്റ ഒരെണ്ണം ഉണ്ടായാൽ മതി, നമ്മുടെ എല്ലാ സ്പോട്ടുകളും കാര്യങ്ങളൊക്കെ കവറേജ് ചെയ്ത് കിട്ടും. അതിന് മുമ്പായിട്ട് ഈ പ്രൈമറും സിറൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ലുക്ക് കിട്ടും. വാരി വലിച്ച് തേക്കിനെക്കാട്ടും നല്ലത് പ്രോപ്പറായിട്ട് ഓരോ സെക്ഷൻസും എടുത്ത്, അതായത് പ്രൈമറും നമ്മളുടെ സൺസ്ക്രീൻ, പ്രൈമർ, സൺസ്ക്രീൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നോ? യെസ്, സൺസ്ക്രീൻ നമ്മൾ ഓർമ്മ വന്നത്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ലെയർ വഴി നമ്മൾ പോവുകയാണെങ്കിൽ നമ്മുടെ ഫേസ് നല്ല ഭംഗിയായിരിക്കും കാണാൻ. എന്തിനാണ് നമ്മൾ ഇത്രയും സാധനങ്ങളൊക്കെ യൂസ് ചെയ്യണമെന്ന് ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും. നമ്മൾ എല്ലാത്തിനും കെയർ കൊടുക്കുന്ന പോലെ തന്നെ നമ്മുടെ സ്കിന്നും കെയർ ചെയ്യണം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് റുട്ടീൻസ്, അതിൻ്റേതായിട്ടുള്ള ഓരോ ലെയറുണ്ട്. ചുമ്മാ നമ്മൾ വെറുതെ ഇരിക്കുന്ന ഫേസിൽ കയറി നമ്മൾ ഫൗണ്ടേഷനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ തന്നാൽ അത് വർത്തില്ല. അതിനെ ഞാൻ ഫേസിലൊക്കെ ഇട്ട് ഞാൻ വേറെ സെപ്പറേറ്റ് വീഡിയോ കാണിച്ചു തരാം. ഞാൻ നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നല്ലൊരു റിവ്യൂ കേട്ട ഒരു ഇതാണ്. ഇതും ഞാൻ നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നെക്സ്റ്റ് വൺ തീർന്നിട്ടില്ല. നെക്സ്റ്റ് വൺ ഞാനൊരു വെയിറ്റ് ചെയ്തിരുന്ന അടുത്തൊരു ലിപ്സ്റ്റിക് ഷെയ്ഡാണ്. ഇവയുടെ അടിപൊളി പ്രൊഡക്റ്റാണ്. ഇവയുടെ ഞാൻ ഇതിന് മുമ്പും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, അത് തീർന്നു പോയിട്ടുണ്ട്. രണ്ടാമത് ഞാൻ സാധനം മേടിച്ചു, അത് ഒരാൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് അടിച്ചു മാറ്റി കൊണ്ടുപോയി, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട്. അപ്പോൾ ഇതിനാണ് രണ്ടാമത് മേടിച്ചതാണ്. ഇതിൻ്റെ ഷെയ്ഡ്, ഇതിൻ്റെ റേറ്റ് വരുന്നത് 450 ആണ്. കണ്ടോ, 450 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതിൻ്റെ ഷെയ്ഡ് ഏതായിരുന്നു? ബ്ലിസ്ഫുൾ മൊക്ക എന്താണോ അത്, ബ്ലിസ്ഫുൾ ആ സാധനമാണ് ഇബയുടെ ഉള്ളത്. ഇതും നല്ലൊരു പ്രൊഡക്റ്റാണ്. നമ്മളുടെ ഭയങ്കര ഒരു ലൈറ്റ് ഒരു പിങ്ക് ഷെയ്ഡ് കിട്ടണം, ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡൊക്കെ ആണെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് നല്ലൊരു മാച്ചായിരിക്കും. ഞാൻ ഇവിടെ കാണിച്ചു തരാം. കണ്ടോ, വളരെ ലൈറ്റാണ്.
അപ്പോൾ ഓൾറെഡി ഞാൻ ഒരെണ്ണം അപ്ലൈ ചെയ്തേക്കുന്ന കാരണം കാണുന്നില്ല. ഈ ഒരു ലൈറ്റ് ഷെയ്ഡാണ്. ഞാനിതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് എൻ്റെ റിവ്യൂ പറയുന്നതായിരിക്കും. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് എല്ലാ ഡ്രസ്സുകൾക്കും കാഷ്വലായിട്ടും പാർട്ടി വെയർ ആയിട്ടും ഒക്കെ നമുക്ക് പോകുന്ന 2 കളർ ഷെയ്ഡാണ്. ഒരെണ്ണം ഇതും ഒരെണ്ണം ലാക്മേഡും ഇവിടെയും അടിപൊളി 2 ഷെയ്ഡാണ്. അപ്പോൾ ഒരെണ്ണം ഈ പ്രൊഡക്റ്റാണ്. എൻ്റെ റേറ്റ് വരുന്നത് 450 450 രൂപയാണ് ഇതിന്. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രൊഡക്റ്റുകൾ. അപ്പോൾ ഞാൻ നോക്കട്ടെ, 1 2 3 4 5 6 7 8 9 10 കറക്റ്റ് 10 പ്രൊഡക്ട്സ് ഉണ്ട് കേട്ടോ. ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഒരുപാട് കാര്യങ്ങളായി കാത്തിരുന്ന് ഞാൻ മേടിച്ചത്. അപ്പോൾ മേടിച്ചതിലൊന്നും വെറുതെ വേസ്റ്റ് സാധനം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എല്ലാം ഞാൻ റിവ്യൂസ് നോക്കിയിട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടതായിട്ട് പിന്നെ ഒരുപാട് കാലങ്ങളായിട്ട് ഞാൻ നോക്കിയിരിക്കുന്ന സാധനങ്ങളാണ് വാങ്ങിച്ചത്. പിന്നെ ഇതുപോലെ തന്നെ കാട്ടിക്കൊണ്ടേ ഇടും. നമ്മൾ ബൈ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ചിലതിൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരിക്കും. അപ്പോൾ എന്നാൽ പിന്നെ സ്റ്റോക്ക് വരട്ടെ എന്ന് വീണ്ടും വെയിറ്റ് ചെയ്തിരിക്കും. അങ്ങനെയാണ് ഇത് ഇത്രയും ഐറ്റംസ് വന്നത്. അപ്പോൾ പിന്നെ ഞാനൊരു വീഡിയോ ചെയ്യാലോ എന്ന് ആലോചിച്ചിട്ടാണ് ഇത്രയും പ്രൊഡക്ട്സൊക്കെയാണ് ഞാൻ വാങ്ങിച്ച് കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും പ്രൊഡക്ട്സാണ് ഞാൻ നൈക്കയിൽ നിന്ന് വാങ്ങിയത്. ഇതാണ് എൻ്റെ നൈക്ക ഹോൾ. അപ്പോൾ ഓരോ പ്രൊഡക്ട്സും ഞാൻ റിവ്യൂ ചെയ്ത് ഞാൻ വീഡിയോസ് ഇടാം, സെപ്പറേറ്റ് ആയിട്ട് ഇടാം. ഇതിപ്പോൾ ഓരോന്നും ഞാൻ യൂസ് ചെയ്തത് എങ്ങനെയാണ് എൻ്റെ റിസൾട്ടിൽ നിന്നൊക്കെ നോക്കിയിട്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.